എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്, ഇന്ന് രാവിലത്തെ ഞാനൊരു ഷോർട്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏതിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട് ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവരുണ്ട് എന്ന് കണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ പറഞ്ഞ സിറ്റുവേഷനിലാണെങ്കിൽ നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട് എന്നുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇരിക്കുന്നതെങ്കിൽ അവരുടെ കറണ്ട് തോട്ട്സ് നിങ്ങൾക്കായിട്ട് എന്താണ്, അവരുടെ ചിന്തകളിൽ എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. ചിന്തകളിൽ നിങ്ങളുണ്ടോ, എന്താണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾക്കായിട്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം, ഡിലേ ആക്കണ്ട. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇവരെ ഇപ്പോൾ ഇടയ്ക്കിടെ നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ വെക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ കറണ്ട് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികളുടെ കറണ്ട് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു തരൂ. നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റുള്ള വ്യക്തികളുടെ കറണ്ട് ഫീലിങ്സ് ഫോർ മൈ വ്യൂവേഴ്സ് എന്താണെന്ന് പറഞ്ഞു. എടുക്കട്ടെ. ഏസ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻസ്, സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻസ്, ഗുഡ്, ഹെറോഫന്റ്, മൂൺ, വെരി ഗുഡ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, ത്രീ ഓഫ് വാൻസ്, ലവേഴ്സ്, എക്സലൻറ്റ്, hanged man, not good. Devil, nine of cups, okay. പലർക്കും നോ കോണ്ടാക്റ്റ് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ പാരൻ്റൽ പ്രഷർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, വെച്ചാൽ അവർ മാരീഡാണ്, സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ്, ഇവർ പ്രബലമായിട്ടുള്ള ജോലിയിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അവിടെ എത്തുമ്പോൾ പറയാം. എന്തായാലും നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒരു കോണ്ടാക്റ്റ് തീർച്ചയായും വരും എന്ന് തന്നെ കാണുന്നു. നോ കോണ്ടാക്ട്, ടോട്ടൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു കാർഡ് എടുക്കാം. ഓക്കെ, ഓവറോൾ ആയിട്ട് ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അവർക്ക് ഇമോഷണലി നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന. ക്യൂൻ ഓഫ് കപ്സ് വെച്ച് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഒരു ആക്ഷനുമായി എത്തണം എന്നും അവർ ചിന്തിക്കേണ്ട, ഒരു ക്വിക്ക് ആക്ഷൻ നിങ്ങൾക്കായി എടുക്കണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് തരണം എന്നുള്ള രീതിയിൽ ഒരു കുടുംബമായി ജീവിക്കണം എന്നൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. തീർച്ചയായിട്ടും നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റിലിരിക്കുന്നവർക്ക് കൂടുതൽ ഫ്രീക്വൻസിയിൽ കോണ്ടാക്റ്റ് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവർ നിങ്ങൾ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. തീരെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരും ഒരു പക്ഷേ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റ് ഉള്ളവർ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നും കാണുന്നു കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ വരാനുള്ള ഈ ഒരു 3 സിറ്റുവേഷനും വരാനുള്ള സാഹചര്യം നിങ്ങളൊരു പക്ഷേ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു മാരീഡ് പേഴ്സൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും മാരീഡ് ആയിരിക്കാം കേട്ടോ. അതുമാത്രമല്ല നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നു. ഇവരുടെ മാരീഡ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കമ്മിറ്റഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ.
സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് വളരെയധികം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർ. എന്ന് വെച്ചാൽ ഇവരെ 4 പേർക്ക് അറിയാം. ഓക്കെ, ഇവർ ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, ഒരു ഒക്കൾട്ട് റിലേറ്റഡ് പ്രാക്ടീഷണർ ആയിരിക്കാം. ഓക്കെ, ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇവരെ അറിയാം. അപ്പോൾ ഇവർ ആ ഇമേജിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നിർബന്ധിതരാണ് എന്നുള്ള സിറ്റുവേഷൻ. അത് മാത്രമല്ല ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ കാണുന്നത് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് പോയാലും ആ ഫാമിലിയെ സംരക്ഷിക്കണം എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളെ പ്രതി വല്ലാത്തൊരു മിസ്സിങ് എനർജിയാണ് അവർക്ക് എന്നും കാണുന്നു. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവരിങ്ങനെ നോ കോണ്ടാക്റ്റിൽ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയവും അവർക്കുണ്ട്. അതേസമയം ഫാമിലി എന്നുള്ളൊരു സംഭവം മനസ്സിൽ കിടക്കുന്നുണ്ട്. അവർക്ക് അതിൽ നിന്നും, ആ ജഗ്ലിങ്ങിൽ നിന്നും പൂർണ്ണമായി പുറത്ത് വരാൻ സാധിക്കാത്തൊരവസ്ഥ. ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ആ തേർഡ് പാർട്ടി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യാം. ശബ്ദങ്ങൾ ഉണ്ടാവും. കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട് പുറത്തെ. അപ്പുറത്തെ ഇപ്പുറത്തെയും കുട്ടികൾക്കൊക്കെ വെക്കേഷനല്ലേ, അപ്പോൾ നമ്മുടെ ജനലിൻ്റെ അടുത്ത് വന്നിട്ടാണ് കളിക്കുക. എത്ര പറഞ്ഞാലും കേൾക്കില്ല, കുഞ്ഞുങ്ങളല്ലേ. ലവേഴ്സ് വെച്ച് എന്തൊക്കെ തടസ്സങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായി നിന്ന് പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഓക്കെ, പക്ഷേ ഇവരുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ വിട്ടു പോകാനും സാധിക്കുന്നില്ല. നിങ്ങൾ എന്താ പറയുക, ഒരു ഒബ്സഷൻ പോലെയാണത്, ഒരു അഡിക്ഷൻ പോലെയാണ് നിങ്ങൾ അവർക്ക്. എത്ര മാറി നിൽക്കാൻ ശ്രമിച്ചാലും അവർക്ക് അതിന് സാധിക്കാറില്ല. 2 ദിവസം കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കും, 3-ാം ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇത് തന്നെ ആയിരിക്കും. നിങ്ങളെ വിട്ടു പോകാനും സമ്മതിക്കില്ല. അത് നിങ്ങൾ മടുത്തിട്ട് അവരുടെ അടുത്ത് പറയുകയാണെന്നാൽ ശരി, നമുക്ക് സെപ്പറേറ്റഡ് ആവാം, വേണ്ട, മതിയായി, മുന്നോട്ട് പോകാം എന്ന്, ഞാൻ മൂവ് ഓൺ ചെയ്യട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവരതിനും സമ്മതിക്കില്ല. എന്നാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുമോ ചോദിച്ചാൽ അതിനും സമ്മതിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇവരുടെ ചിന്തകളിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങളെ കഷ്ടപ്പെടുത്തുകയാണെന്നുള്ള ബോധം, കുറ്റബോധം നല്ലപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫാമിലിയെ അല്ലെങ്കിൽ മാതാപിതാക്കളാവട്ടെ, സ്പൗസ് ആവട്ടെ, അവരെ വിട്ട് കളയാനും സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുകയും വേണം. എന്നാൽ ഇവരെ പേടിച്ച് എപ്പോഴും പറ്റുന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ചിന്തകൾ. പക്ഷെ അവരുടെ തീവ്രമായ ചിന്തകളിൽ നിങ്ങളാണ്. കാരണം നിങ്ങളോട് അവർ ഇമോഷണലി കണക്റ്റഡ് ആണ്, നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ തുടർച്ചയായിട്ട് ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ മുഖം, നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയർ എല്ലാം തന്നെ അവർക്ക് തുടർച്ചയായിട്ട് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതേപോലെ ഇവർ ലൈഫിൽ പൊതുവേ സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് അങ്ങനെ പറയത്തക്ക ഭീകര പ്രശ്നങ്ങളൊന്നും അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷെ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും, ബാക്കി എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ കൂടെ ഇല്ലല്ലോ, നിങ്ങളടുത്തില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ചുകൂടി കാർഡ്സ് തരൂടി. അവരിപ്പോൾ ചിന്തിക്കുന്ന നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടേത് കൂടിയാണ് എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കണം എന്ന രീതിയിൽ തന്നെയാണ്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് അവരുടെ ചിന്തകളിൽ കേട്ടോ. പക്ഷേ ഈ ഫാമിലി ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ടെടുത്ത് വയ്ക്കുള്ളൂ എന്നും കാണുന്നു. വെച്ചാൽ ചുറ്റും നോക്കി വളരെ അപ്പുറത്ത് വളരെ സേഫാക്കിയിട്ട് മാത്രമേ ഇപ്പുറത്ത് കണക്ഷന് വരുള്ളൂ എന്ന് തന്നെയാണ് അവിടെ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് മാനിഫെസ്റ്റായി പോകുന്ന രീതിയിൽ നമ്മൾ ഒരാളെ പറ്റി കൂടുതലായി തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് മാനിഫെസ്റ്റായി പോകും കേട്ടോ. ആ ഒരു ഫീലിംഗ് കാരണമാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തത്. കാരണം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കും അവരെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവരുടെ മനസ്സിൽ പ്രബലമായിട്ട് നിൽക്കുന്നത്. നിങ്ങളെന്നും കാണണം, സംസാരിക്കണം, വഴി ഉണ്ടാക്കണം സംസാരിക്കാൻ എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവർ ചിന്തിക്കുന്നത് ടെലിപ്പതിക്കലി, അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവും. പലർക്കും കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിൽ അവർ പെട്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ചിന്ത എന്താണെന്നറിയോ, നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് അവരുടെ ചിന്തകൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ടെലിപ്പതിക്കലി നിങ്ങൾ
കണക്റ്റഡ് ആണ്. അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വാതുറന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് കണക്റ്റ് ആവും എന്നവർ വിശ്വസിക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഇവർ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമാണ് ഇവർ. അപ്പോൾ അവർ തീർച്ചയായും ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഈ സിറ്റുവേഷനൊക്കെ മാറി ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു. 6 ഓഫ് കപ്സ്, നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ, നിങ്ങൾ കുറച്ച് കാലമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെല്ലാം അവർ വീണ്ടും വീണ്ടും ചിന്തിക്കാറുണ്ട്. നേരത്തെ കണ്ടിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്, അതെല്ലാം അവരുടെ മനസ്സിൽ വരാറുണ്ട്. നിങ്ങളുടെ ഇപ്പോഴുള്ള കണക്ഷൻ മുന്നോട്ടും ദീർഘകാലം ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. പക്ഷെ സിറ്റുവേഷൻസ് പലതരം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു തടസ്സങ്ങൾ. ആ തടസ്സങ്ങളെല്ലാം ഉള്ളത് കാരണം അവിടെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതായത് നിങ്ങളുടേതൊരു പാരലൽ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനേ ഇവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം അവിടെ ഒരു കുടുംബമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മനസ്സിലായല്ലോ? ആ റിസ്ക് ഫാക്ടർ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കേട്ടോ. പാരൻ്റൽ പ്രഷർ ആണെങ്കിൽ അവരുടെ പാരൻസിനെ സമ്മതിപ്പിക്കേണ്ടുന്ന പ്രശ്നമുണ്ട്. കാരണം കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനത്തെ ഡിഫറൻസസ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള ഡിഫറൻസ്, അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. അതും ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. വീട്ടുകാരെ സമ്മതിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ തടസ്സമാണ് അവിടെ കേട്ടോ. എന്തു തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. ഓക്കെ, കാരണം പകുതിക്ക് ഇട്ടെറിഞ്ഞു പോകാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങളെ ചതിക്കണം എന്നവർ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തരണം എന്ന് ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസിൽ, ഞാൻ പറഞ്ഞില്ല, കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ബാലൻസിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇനി സ്പെസിഫിക്കലി ഞാൻ നോ കോണ്ടാക്റ്റ്, ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ലെസ്സർ കോണ്ടാക്റ്റ് ഉള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കും. ടോട്ടൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് അവരുടെ തോട്ട്സ് എന്താണെന്ന് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കട്ടെ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ടോട്ടൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അവരുടെ ചിന്തകളിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? ടോട്ടൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ചിന്തകളിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? ടോട്ടൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ചിന്തകൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ടെന്ന് പറഞ്ഞിട്ട്, അതാണ് നമുക്ക് കൂടുതലായിട്ടും അറിയേണ്ടത് അല്ലേ. 5 of Pentacles, okay. 7 of Wands, Hierophant, ശരി. King of Pentacles, Page of Wands, 6 of Swords, 5 of Wands, 10 of Cups, okay. Lovers, Ace of Pentacles, 7 of Swords, Hermit, King of Cups. ടോട്ടൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കാനുള്ള സാഹചര്യം, റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലി, അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. ഫൈനാൻഷ്യൽ ജഗ്ലിംഗ്, ഏറ്റവും ആദ്യം വന്നത് ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് ആണ്. ജോലി ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജോലിയിൽ സ്റ്റെബിലിറ്റി ആയിട്ടുണ്ടാവില്ല. ഓക്കെ, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവരിപ്പോഴും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് വെക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഇവർ മാരീഡാണ്, കമ്മിറ്റഡ് ആണ്. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ഉണ്ട്. ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അവരുടെ ചുമലിലുണ്ട്. ഫാമിലിയെ ഫൈനാൻഷ്യലി മറ്റെല്ലാ രീതിയിലും സംരക്ഷിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ, അത് മാത്രമല്ല സൊസൈറ്റിയെ കുറിച്ച് പേടിക്കുന്ന വ്യക്തികളുമായിരിക്കാം. ഇത് ഒരു സെക്കൻഡ് ഫാക്ടറാണ് നിങ്ങളുടെ ഇടയിലൊരു തടസ്സം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഫാമിലി കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് അവരുടെ സ്പൗസ്, കുട്ടികളെന്ന് തന്നെയാണ് കാണുന്നത്. അതൊരു വലിയ തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഫുള്ളി ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മെസ്സേജസ് അയക്കുന്നതിൽ നിന്നും സ്വയം സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫാമിലിക്ക് പ്രാമുഖ്യം കൊടുക്കാം. അവിടെ അവർക്ക് എന്ന് വെച്ചാൽ ഈ ഫാമിലി അവരെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്. മനസ്സിലായോ?
അപ്പോൾ ആ ഫാമിലിയെ ഉപേക്ഷിച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി. അതുകൊണ്ട് തന്നെ അവരവിടെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളോട് സ്നേഹം തോന്നുന്നുണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണമെന്നൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫോഴ്സ്ഫുള്ളി അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് മാറിയിരിക്കുകയാണെന്ന് വെച്ചാൽ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് യാതൊരു ആക്ഷനും എടുക്കാതിരിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, മാനസികമായിട്ട് തീരെ ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. തൽക്കാലം ഈ റിലേഷനിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ടോട്ടലി നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവർ വീട്ടിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലിയുമായിട്ട് വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, സംശയങ്ങൾ, അങ്ങനെ പലതും. സ്പൗസ് ഇവരെ സംശയിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സം അവരുടെ ഇടയിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം അതെല്ലാം ഒരു തടസ്സമാണ് അവിടെ. അവർ മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, സ്പൗസ് സംശയിക്കുന്നുണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലും റിലീജിയസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, പാരൻ്റൽ റിലേഷൻ പ്രോബ്ലംസ് ആയിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ പല ഇഷ്യൂസിൽപ്പെട്ട് അവർക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ. അറ്റ് പ്രസൻറ്റ് ഈ പറഞ്ഞ ഒരു ടോട്ടൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ എന്നാണ് വരുന്നത് കേട്ടോ. ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട്, ലെസ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർ മോർ ഫ്രീക്വൻസിയിൽ കൂടുതലായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണേ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.